വേണ്ടി വന്നാൽ മത്സരിക്കും. ഇപ്പോൾ തീരുമാനം മത്സരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ഇപ്പം നമ്മൾ ഒരാളുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ മത്സരിക്കും. എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടി സഖാക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വെളിയിലുള്ള ആൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പിൽ ഞാനിനി മൂലക്ക് കൂടി ഞാൻ പിന്നെ നേരം എന്താ വേണ്ടത്, എല്ലാവരും പറയുന്നത് നിങ്ങൾ അതിൽ പോയി മുണ്ടാണ്ട് മൂലക്കിരുന്നാൽ പോരെ. ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. അതും ഞാൻ ശക്തിയായി പ്രതിഷേധിക്കും. പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതറ്റം വരെ. അത് മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അല്ല, അതിലൊരു കാര്യമുള്ളത്, ഞാൻ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFൻ്റെ പിന്തുണ ഞാൻ സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ആളുകൾ പിന്തുണക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഏതെങ്കിലും ഗ്രൂപ്പോ വിഭാഗമോ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണ ഞാൻ സ്വീകരിക്കില്ല. തീർച്ചയായിട്ടും. അതായത് UDFൻ്റെ പിന്തുണ തേടുകയല്ല. എൻ്റെ ഈ നിലപാടിനോട് UDF യോജിക്കാമെങ്കിൽ അവരൊക്കെ പിന്തുണ തരികയാണ്. ഇനി UDF അല്ല, CPM കുറേ ആളുകളുണ്ട് മാഷ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ് CPM ആളുകൾ പിന്തുണച്ചാൽ ആ പിന്തുണയും ഞാൻ സ്വീകരിക്കും. ഒരു കാര്യം സ്വീകരിക്കാതിരിക്കും. അതിലുള്ള വർഗീയ ശക്തികൾ അവർ പിന്തുണയായിട്ട് വന്നില്ല, പക്ഷേ അവരിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ പിന്തുണയായിട്ട് വന്നാൽ ആ പിന്തുണ ചെയ്യുക. അപ്പോൾ ആർക്കും എന്നെ പിന്തുണക്കാം, ഇതിനോട് വിയോജിപ്പുള്ള ആർക്കും പിന്തുണക്കാം. ആ പിന്തുണ ഞാൻ സ്വീകരിക്കും. ഇല്ല, BJPയുടെ പിന്തുണ അങ്ങനെ സ്വീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വർഗീയ ശക്തികളുമായിട്ടുള്ള പിന്തുണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.